നിങ്ങൾ ഈ പുറം രാജ്യത്ത് പോകേണ്ട ഒരു കാര്യമില്ല, എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. ഇത് കണ്ട അത് അടിപൊളിയായിട്ടാണ് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലില്ല, ആഹാ കാല് കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നും നമ്മൾ ഒരു അപരാധ വീഡിയോയാണ് റിയാക്ട് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ കാണുമ്പോൾ രണ്ട് വാക്ക് സംസാരിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മൊത്തം ഇതുപോലത്തെ അപരാധങ്ങളാണ്. ഏതെങ്കിലും രീതിയിൽ ഒന്ന് റീച്ച് കിട്ടാൻ വേണ്ടി കുറേ അവളുമാരും അവന്മാരും അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ അപരാധം കാഴ്ചവെച്ചിരിക്കുന്നത് വിഷ്ണു കൊച്ചിക്കാരൻ എന്ന് പറയുന്ന ഒരുത്തനും നിഷ ഇടുക്കി എന്ന് പറയുന്ന ഒരുത്തിയും കൂടെയാണ്. രണ്ടെണ്ണവും കൂടെ ഏതോ ഒരു തടാകത്തിലോ ഏതോ ഒരു വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി കിടന്ന് അങ്ങ് നീരാടുകയാണ്. എന്തൊക്കെ പ്രഹസനങ്ങളാണ്. ഇവരെവിടെയെങ്കിലും കിടന്ന് എന്തെങ്കിലും കാണിക്കട്ടെ, നമുക്കൊന്നും അതിലൊരു പരാതിയില്ല. പക്ഷേ ഇതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നമ്മളെപ്പോലുള്ളവർ ഇത് കാണുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ. ഇവനും ഇവൾക്കുമൊക്കെ ഒരു വിചാരമുണ്ട്, സോഷ്യൽ മീഡിയ എന്ത് അപരാധവും കാണിക്കാം, അല്ലെങ്കിൽ ഇവക്കൊക്കെ ഏത് രീതിയിലും കിടന്ന് അഴിഞ്ഞാടാം റീച്ചിന് വേണ്ടി, അല്ലെങ്കിൽ നാലാൾ കാണാനും അറിയപ്പെടാനും ഒക്കെ വേണ്ടിയിട്ട്. നല്ല വീഡിയോ ഒന്നും ചെയ്ത ഇവനും ഇവൾക്കൊന്നും റീച്ച് ഉണ്ടാവില്ല. പകരം ഇതുപോലുള്ള കുറേ കുൽസിതങ്ങളും അല്ലെ അഴിഞ്ഞാട്ടങ്ങളും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കാണും, നെഗറ്റീവ് പറയും, തെറി പറയും എന്നൊക്കെ നന്നായിട്ട് അറിയാം. അതിനുവേണ്ടി മനഃപൂർവ്വമാണ് ഇങ്ങനെയുള്ള ഓരോ വീഡിയോസുമായിട്ട് ഇവനും ഇവളും ഒക്കെ എത്തുന്നത്. ഇവനൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും അപരാധം കാണിക്കട്ടെ, നമുക്ക് ആർക്കും ഒരു പരാതിയില്ല. പക്ഷെ ഇതൊക്കെ എന്തിനാണ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇടുന്നത്? ഇവന്റെ ഇവളുടെയും കുറെ അപരാധം കാണണ്ടേ? കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് രണ്ട് വാക്ക് സംസാരിക്കാം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കുണ്ടന്നൂരിലെ പ്രകൃതി രമണീയമായ ഒരു വനത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുഴയൊക്കെയാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു മസാജ് എണ്ണന്റെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു മസാജ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇതിനു മുന്നേ ഞാൻ ആ മസാജ് എണ്ണന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, അത് കണ്ടിട്ട് വരുന്നതാണ്. നല്ല പ്രകൃതി രമണീയമായ നല്ല അടിപൊളി ശുദ്ധമായ പുഴ. അപ്പോൾ പുഴയുടെ ഇറങ്ങി നിന്നിട്ടുള്ള മസാജ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്കൊന്ന് പരീക്ഷിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. മസാജ് എണ്ണനെ ഒന്ന് ഞാൻ വിളിക്കാം. മസാജ് എണ്ണ ഒന്ന് വന്നേ. തരണമൊക്കെ ഭയങ്കര നടുവേനുള്ള കൂട്ടത്തില്ല. അപ്പൊ നടുവേന മാറ്റി കൊടുക്കണ്ടേ നമ്മുടെ കൊച്ചിന്? നിങ്ങൾ ഈ പുറം രാജ്യത്ത് പോകേണ്ട ഒരു കാര്യമില്ല, എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. ഇത് കണ്ട അത് അടിപൊളിയായിട്ടാണ് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലില്ല, ആഹാ കാല് കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. ഉണ്ടല്ലോ, കാണിച്ചു കൂട്ടുന്ന അഴിഞ്ഞാട്ടം എത്രത്തോളാണെന്നുള്ളത് കണ്ടല്ലോ. എന്താ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഏത് വിധേനയും ഒന്ന് റീച്ച് ആകണം, അതിന് വേണ്ടിയിട്ടാണ്. നെഗറ്റീവാണ് ഇവരുടെ ഉദ്ദേശം. അതായത് ഇങ്ങനെയൊക്കെ ചില കുൽസിതങ്ങൾ കാണിച്ചാൽ മാത്രമേ ആൾക്കാർ അതിന് നെഗറ്റീവ് പറയത്തുള്ളൂ, തെറി പറയത്തുള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം എത്ര തെറി പറഞ്ഞാലും എത്ര നെഗറ്റീവ് കേട്ടാലും ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല. കാരണം ഇന്നത്തെ കാലത്ത് നെഗറ്റീവിലൂടെ മാത്രമാണല്ലോ റീച്ച് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ അപരാധങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമൊന്നും തുറക്കാൻ പറ്റത്തില്ല. ഇൻസ്റ്റ, ഫേസ്ബുക്ക് ഇത് രണ്ടിലും ഇമാതിരി അപരാധങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ഒരുത്തനാണ് അലിൻ ജോസ് പെരേര. പിന്നെ ഒരു അഭിലാഷ് ആട്ടായം എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. പിന്നെ ദൈവൻ ഈ വിഷ്ണു കൊച്ചിക്കാരൻ. ഇവരൊക്കെ ഏതെങ്കിലും രീതിയിൽ വൈറലാകാനായിട്ടായിരിക്കാം കാണിച്ചു കൂട്ടുന്നത്. പക്ഷെ കുറച്ചൊക്കെ ഒരു നാണവും ഉളുപ്പും വേണ്ടേ? ഇവരിപ്പോൾ കളിയാക്കിയിരിക്കുന്ന ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ബാക്ക് പാക്കർ അരുണിമ. എല്ലാ രാജ്യങ്ങളിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ബാക്ക് പാക്കർ അരുണിമ. ഈ കഴിഞ്ഞിടെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതുപോലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നു. അത് വലിയ രീതിയിൽ വൈറലായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ടാണ് ഈ വിഷ്ണു കൊച്ചിക്കാരനും നിഷ ഇടുക്കിയും കൂടെ വന്നിട്ട് ഏതോ പുഴയുടെ അരികത്ത് കിടന്നിട്ട് എണ്ണ തേക്കുന്നത്. ഇതിനൊന്നും വീട്ടിൽ ഭാര്യയും മക്കളും അല്ലെ ഭർത്താവും മക്കളും ഒന്നും ഇല്ലാത്തതുങ്ങളാണോ? അല്ല, ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിക്കാനായിട്ടുള്ള ഒരു തൊലിക്കട്ടി, അയ്യോ അപാരം തന്നെ. ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിച്ചാൽ അതും പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇതിന്റെ ഒരു പച്ചലാണ്, നീര് വലിച്ചെടുക്കണം. എന്തോ എല്ലാം കൊണ്ട് അടിപൊളിയാട്ടോ. മസാല അടിപൊളിയാണ്. എല്ലയൊക്കെ വെച്ചിട്ടുള്ള പരിപാടി അറിയാവുന്ന കൂട്ടുകാരികളൊക്കെ പറഞ്ഞു വിടണം. ഇത് കഴിഞ്ഞ് നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. എന്തായാലും പഠിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികളെ എന്നെ സമീപിക്കുക. നീന്തൽ അതെ ഇത് കണ്ട നല്ല അടിപൊളിയായിട്ട് നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. നിഷാടിക്ക് നീന്തൽ അറിയില്ല. കാലിട്ടടിക്ക് നിഷ. കൈയിട്ടടിക്ക്. അതടിച്ചോ, കുഴപ്പമില്ല, വെള്ളത്തടിച്ചോട്ടെ. നീ കൈയിട്ടടിക്ക്.
ആ അടിക്ക്. അത് നീന്തലല്ല. ആ നീന്ത് നിശ. അറബിക്കടൽ കയറണ്ടേ? എന്തായാലും കൊള്ളാം, കിട്ടിയ അവസരം നമ്മുടെ വിഷ്ണു കോച്ചിക്കാരൻ നല്ല രീതിയിൽ അങ്ങ് മുതലാക്കുന്നുണ്ട്. അല്ല അവളൊക്കെ പിന്നെ നിന്ന് കൊടുക്കുമല്ലേ, അപ്പോൾ പിന്നെ അവനൊക്കെ എങ്ങനെ മുതലെടുക്കാതിരിക്കും? ഹോ, ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നവന്മാരെ സമ്മതിക്കണം കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് കിട്ടണം. എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധി നെഗറ്റീവിലൂടെ മാത്രം വൈറലായി വന്ന ഒരാളാണ്, അല്ലെങ്കിൽ റീച്ച് കിട്ടി അവസാനം ബിഗ് ബോസ് വരെ എത്തിയ ഒരാളാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വൃത്തികേടൊക്കെ കാണിച്ച് ഏതെങ്കിലും രീതിയിലൊന്ന് റീച്ച് ആവണം, ഒന്ന് ബിഗ് ബോസിലൊക്കെ എത്തണം, 4 ആൾ അറിയപ്പെടണം. അതിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. കുറേ സ്ത്രീകളും ഉണ്ട് ഇതുപോലെ അങ്ങ് ഇറങ്ങി തിരിച്ചേക്കുക. എന്ത് കാണിക്കാനും അല്ലെങ്കിൽ ഏത് രീതിയിൽ അഭിനയിക്കാനും തൊടാനും പിടിക്കാനും ഒക്കെ നിന്ന് കൊടുക്കാൻ സ്ത്രീകളും തയ്യാറാണ്. അപ്പോൾ ഇവന്മാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനിറങ്ങി തിരിച്ചിരിക്കുന്ന കുറേ അവളുമാരും ഉണ്ട്, നാണവും മാനവും ഉളുപ്പും ഇല്ലാത്ത. അല്ലാതെ ഇവളെയൊക്കെ എന്താ പറയണ്ടേ? ചൊറിച്ചിലിന് നടുവേനക്ക് വരുമ്പോ ചില ലേഡീസിന് ചൊറിച്ചിലുണ്ടാവും. അപ്പൊ ആ ചൊറിച്ചിൽ മാറാൻ വേണ്ടി ഈ ഇലയുടെ പൊക്കത്ത് കിടത്തിയിട്ട് എൻ്റെ കയ്യിലൊരു മിശ്രിത ഓയിലുണ്ട്. ഈ ഓയിൽ മേത്ത് അങ്ങോട്ട് തേച്ച് അതിൻ്റെ നടുവേനയും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കും. ഈ ചൊറിച്ചിൽ മൊത്തം വലിച്ചെടുക്കും. അവരുടെ നടുവിന് മറ്റേ എന്താ പറയാ ഇതൊക്കെ ഉണ്ടെങ്കിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുക്കും. അതിനാണ് ഈ ചൊറിച്ചിൻ്റെ. ബോഡിയൊക്കെ അടിപൊളിയാണ്. ജിം ബോഡിയാണ്, കണ്ടിട്ട് കൊതിയാവും. എൻ്റെ സംസാരം കേട്ടിട്ടില്ലേ, ബോഡി കണ്ടിട്ട് കൊതിയാവുന്നു. അയ്യോ, ഇതിനൊക്കെ നല്ല ബോഡി ഉണ്ടല്ലോ. അല്ല, കൂലിപ്പണിക്കും പോയി ജീവിച്ചുകൂടെ? ഇന്നത്തെ കാലത്ത് ഓരോ ആൾക്കാരും ജോലി എടുക്കുന്നതല്ലേ, കെട്ടിടം പണിക്കും അല്ലെങ്കിൽ വാർക്കപ്പണിക്കൊക്കെ പോയാൽ നല്ല രീതിയിൽ പൈസ കിട്ടും. ഒരു ദിവസം എനിക്ക് തോന്നുന്നു 1200 1000 കുറയാതെ എന്തായാലും കിട്ടും. അങ്ങനെ വല്ല പണിക്കും പോയിക്കൂടെടാ, നിനക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടല്ലോ. കാരണം ഇമാതിരി അപരാധങ്ങൾ കാണിക്കുന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നതാ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും. അല്ലാതെ ഇതുപോലെ നെഗറ്റീവിന് വേണ്ടി മാത്രം, നെഗറ്റീവ് റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഇമാതിരി അപരാധങ്ങളൊക്കെ കാണുമ്പോൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. ആ ഒരു സ്ത്രീക്ക് 40 വയസ്സിന് മേളിൽ എന്തായാലും ഉണ്ട്. അവർ കാണിച്ചു കൂട്ടുന്നത് കണ്ടില്ലേ, കുട്ടി നിക്കറും ഇട്ട് ബനിയനും ഇട്ട് വെള്ളത്തിൽ ഇറങ്ങി കിടന്ന് കാണിച്ചു കൂട്ടുന്ന അഴിഞ്ഞാട്ടം. ഇതിനൊന്നും ഒരു കാര്യം ഉറപ്പാണ്, വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. അല്ല, ഭർത്താവ് കാണത്തില്ല, ഒന്നല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷയായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിലും പ്രയോജനമൊന്നുമില്ലാത്ത ആളായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇമാതിരി അപരാധത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അഴിച്ചു വിടത്തില്ലല്ലോ. ഈ ഒരു സ്ത്രീ മാത്രമല്ല, ഇങ്ങനെയുള്ള കുറേ എണ്ണങ്ങളുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്തിട്ടാണേലും വേണ്ടിയില്ല, റീച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, നടു റോട്ടിലൂടെ വേണേൽ തുണിയില്ലാതെ നടക്കും. അതിനും പോകുന്ന കുറേ അവളുമാരുണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർത്തുക. ഈ റീൽസിൻ്റെ പേരിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറേ എണ്ണങ്ങൾ വന്ന് കമൻറ്റ് ഇടും കേട്ടോ, നിനക്കൊന്നും വേറെ പണിയില്ല, അവരെന്തെങ്കിലും കാണിക്കട്ടെ, നിനക്കെന്താ മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞ് ഒരുപാട് എണ്ണങ്ങൾ വന്ന് കമൻറ്റ് ഇട്ടും. ഇത് അവനെ പോലെയുള്ളയും അല്ലെ അവളെ പോലുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരും. അങ്ങനെയുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ഈ പുറം രാജ്യത്ത് പോകേണ്ട ഒരു കാര്യമില്ല, എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. ഇത് കണ്ട, അത് അടിപൊളിയായിട്ടാണ് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ആഹാ, കാല് കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ.